പ്രവാസികൾക്ക് തിരിച്ചടി. അമേരിക്കയിൽ നിന്ന് മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള നാടുകടത്തൽ പുനരാരംഭിക്കാൻ ട്രംപിന് യുഎസ് സുപ്രീം കോടതിയുടെ അനുമതി. യുഎസിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ മാതൃരാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്നത് പുനരാരംഭിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് യുഎസ് സുപ്രീം കോടതി അനുമതി നൽകി. അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ മാതൃരാജ്യത്തിന് പുറമെ മൂന്നാമതൊരു രാജ്യത്തേക്ക് നാടുകടത്തുന്നതിനെതിരായ കീഴ്ക്കോടതിയുടെ ഉത്തരവ് അമേരിക്കയിലെ പരമോന്നത കോടതിയാണ് റദ്ദാക്കിയത്. ഇതോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇനിയുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിലായിരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇത് നിയമലംഘനത്തിനുള്ള പ്രതിഫലമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ട്രംപ് ഭരണകൂടത്തിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചത്. ക്യൂബ, മെക്സിക്കോ, ലാവോസ്, വിയറ്റ്നാം, മ്യാൻമാർ, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 കുടിയേറ്റക്കാരെ മെയ് മാസത്തിൽ ദക്ഷിണ സുഡാനിലേക്ക് പോകുന്നതായി പറയപ്പെടുന്ന വിമാനത്തിൽ നാടുകടത്തിയെന്ന കേസിലായിരുന്നു കോടതി വിധി പുറപ്പെടുവിച്ചത്. ഏറ്റവും മോശക്കാരായ ആളുകളെന്ന് മുദ്രകുത്തിയാണ് അമേരിക്കൻ ഭരണകൂടം ഇവരെ നാടുകടത്തിയത്. ബോസ്റ്റൺ ആസ്ഥാനമായുള്ള യുഎസ് ജില്ലാ ജഡ്ജി ബ്രയാൻ മർഫി കുടിയേറ്റക്കാരുടെ വാദം കേൾക്കണമെന്നും മൂന്നാം രാജ്യങ്ങളിലേക്ക് മാറ്റിയാൽ പീഡിപ്പിക്കപ്പെടാനോ കൊല്ലപ്പെടാനോ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. അമേരിക്കൻ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജയമാണ് ഈ വിധി എന്നാണ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പ്രതികരിച്ചത്. എന്നാൽ തടവുകാരിൽ പലർക്കും ക്രിമിനൽ ശിക്ഷകളൊന്നുമില്ലെന്ന് കുടിയേറ്റക്കാരുടെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഫയലിംഗിൽ പറയുന്നു. വാദികളെ പ്രതിനിധീകരിച്ച നാഷണൽ ഇമിഗ്രേഷൻ ലിറ്റിഗേഷൻ അലയൻസ് കോടതി വിധിയെ ഭയാനകമെന്നാണ് വിശേഷിപ്പിച്ചത്. ഈ തീരുമാനം നാടുകടത്തപ്പെട്ടവരുടെ പീഡനത്തിനു വിധേയമാക്കിയെന്നാണ് നാഷണൽ ഇമിഗ്രേഷൻ ലിറ്റിഗേഷൻ അലയൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ട്രീന റിയൽ മുട്ടോ പ്രതികരിച്ചത്. കഴിഞ്ഞ മാസം ബോസ്റ്റൺ ആസ്ഥാനമായുള്ള അപ്പീൽ കോടതി കീഴ്ക്കോടതി വിധി തടയാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ട്രംപ് ഈ കേസ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ മുമ്പാകെ സമർപ്പിച്ചത്. ഈ വിധിയുടെ പിൻബലത്തിൽ ട്രംപ് ഭരണകൂടം എന്തൊക്കെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന ഭയത്തിലാണ് അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം വിദേശികളും.